കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ സെയോനി ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. പശുമാംസം കയ്യിൽ വെച്ചു എന്നാരോപിച്ചുകൊണ്ട് മുസ്ലിം ദമ്പതികളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഈ വിഷയം വലിയ വിവാദമാവുകയും സർക്കാർ ഈ വിഷയത്തെ തുടർന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ BJP സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാ ശിക്ഷാ നടപടികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് കമൽനാഥ് സർക്കാർ പുതിയ ശിക്ഷാ നടപടികൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ പശു സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ വേട്ടയാടുന്ന ആളുകൾക്കെതിരെ 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന പുതിയ ശിക്ഷാ നടപടികളാണ് കമൽനാഥ് സർക്കാർ നിലവിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ആളുകൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന പുതിയ നിയമ നടപടികളാണ് കമൽനാഥ് സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പശു സംരക്ഷണത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ നടത്തുന്നവരെ ഒരു പരിധിവരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിൽ തന്നെ അയാൾക്കെതിരെ കടുത്ത നിയമ നടപടികൾ കൈക്കൊള്ളാൻ തന്നെയാണ് മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാർ മുന്നോട്ട് പോകുന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മൃഗ സംരക്ഷണ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി മനോജ് ശ്രീവാസ്തവ ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് പറയുന്നത്, ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടുള്ള ചില ആളുകളുടെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്താനുള്ള ഗൂഢാലോചനയാണ് ഇത്തരത്തിലുള്ള പശു സംരക്ഷണത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ. ആ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ സർക്കാർ കൊണ്ടുവരാനുള്ള കാരണം ഇത്തരക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ആക്രമണം ചെയ്യുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കുന്നവർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള കാരണവും ഇത് പരിപൂർണമായിട്ടും മധ്യപ്രദേശിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് സർക്കാർ മുന്നോട്ട് വരുന്നതെന്നാണ് അവിടെയുള്ള മൃഗസംരക്ഷണ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്നത്. കമൽനാഥ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നാണ് കമൽനാഥ് സംഘപരിവാറിന് നൽകിയിട്ടുള്ള താക്കീത്. എന്തായാലും സെയോനിയിലെ ആ സംഭവത്തിലെ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാൻ തന്നെയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.